ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കുക്കറിൽ ഒരൊറ്റ വിസിലിൽ നമുക്ക് അടിപൊളി മസാല ഷവായി ഉണ്ടാക്കിയെടുക്കാം, മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. റെസ്റ്റോറൻറ്റിലൊന്നും പോയി ഇനി നിങ്ങൾ ഇത് വാങ്ങിച്ച് വില കൂടുതൽ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കശ്മീരി മുളക് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 15 കശ്മീരി മുളകാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 2 പിടിയോളം ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്, ഒരു 20 എണ്ണം. പിന്നെ ഒരു തുടം വെളുത്തുള്ളി, ഒരു 12 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും. പിന്നെ ഞാൻ ഒരു പിടി നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 തക്കാളിയാണ്, അതുകൂടി മിക്സിയിലിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, നമ്മൾ 1.5 കിലോ ചിക്കനിക്കാണ് കേട്ടോ ഇത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് കേട്ടോ. അപ്പോൾ ഇതാ നിറച്ച് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതാണ്ട് ചിക്കൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ട് നമ്മൾ കുതിർത്തെടുത്ത ഉണക്കമുളകിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1.5 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 5 എണ്ണം. പിന്നെ ഞാൻ 2 കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിത് ഒരു അരമണിക്കൂർ വെക്കുമ്പോൾ ഇതിനൊരു 1/4 മണിക്കൂർ ആകുമ്പോൾ നമ്മുടെ മന്തിയുടെ റൈസ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കുതിരാനിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നല്ലോണം കൈ വെച്ചിട്ട് ഇതൊരു അരമണിക്കൂർ മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരിയൊക്കെ കുതിരായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ മൊത്തത്തിൽ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് ഒരൊറ്റ വിസിലേ അടുപ്പിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരൊറ്റ വിസിലടിച്ചതും ഓഫാക്കി ഇടണം. അപ്പം നമ്മൾ വിസിലടിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ട് 2-3 കഷ്ണം പട്ട, ഒരു 2-3 ഏലക്ക, ഒരു സ്റ്റാറിൻ്റെ, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ഗ്രാമ്പു, പിന്നെ ഒരു നുള്ള് ചെറിയ ജീരകം, പിന്നെ നമ്മൾ ഉണക്ക നാരങ്ങയാണ് കേട്ടോ. അത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നാരങ്ങയാണ് കേട്ടോ, കറുത്തിട്ടില്ല. പിന്നെ നമ്മൾ വെള്ളത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ നിന്നും മുന്തി നിൽക്കുന്ന തരത്തിൽ ഇനി ഇത് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കർ ഇതാ ഒരു വിസിലടിച്ചിട്ടോ. ഇനി നമുക്ക് ഓഫാക്കിയിടാം, ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്തെടുത്തതാണ്, അരമണിക്കൂറോളം കുതിർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരി ഇതിലത്തെ വെള്ളമൊക്കെ വാർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ കുക്കർ നമ്മൾ വിസിലൊക്കെ പോയതിന് ശേഷം നമ്മളിതാ തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന്ന് ചിക്കന് ഓരോന്നായി കോരി മാറ്റാം കേട്ടോ. ഇതിലത്തെ മസാല വേണ്ട, വെറും ചിക്കൻ മാത്രം കോരി എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചിക്കനൊക്കെ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മസാല വേണം ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഈ ചിക്കൻ ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കണം. കണ്ടല്ലോ, ഇത്രയും മസാല ഉണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ ചോറ് ഇതിൽ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 വേവ് ആയാൽ മതി. അപ്പോൾ ഇത് വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ ക്യാമറ വെക്കാൻ എനിക്ക് സൗകര്യം ഈ പുറത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പുറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അരി അവിടെ വേവട്ടെ, അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് നിരത്തി വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊന്ന് വറന്ന് വന്നാൽ മതി കേട്ടോ. 2 സൈഡ് ഒന്ന് കളർ മാറി വന്നാൽ മതി, കൂടുതൽ നേരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ അരിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നമുക്കിതൊരു 1/4 വേവായാൽ മതി. ഇതിങ്ങനെ അമർത്തുമ്പോൾ ഇതുപോലെ പൊട്ടി വന്നാൽ മതി കേട്ടോ. അപ്പോൾ അരി അടിക്കുകയും ചെയ്യരുത്. അപ്പോൾ അതുപോലെ ആകുമ്പോൾ നമുക്കിതൊന്ന് വാർത്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചിക്കന് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കളറ് മാറി വരുമ്പോൾ ഒന്ന് വറുത്ത് മാറ്റാം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മസാല എളുപ്പത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആകും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ നമ്മൾ ഊറ്റി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ
അരിയുടെ അളവ് പറയാൻ മറന്നുപോയിട്ടോ. 1.25 കിലോ അരിയാണ് 1.5 കിലോ ചിക്കൻ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറൊന്ന് ദമ്മിട്ടെടുക്കണം. ആദ്യം നമ്മൾ നേരിട്ട് തന്നെ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുപ്പിൽ. എന്നിട്ട് നമ്മൾ ഇതിന്നൊരു 1/4 ഭാഗത്തോളം നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത മസാലയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. 1 മുറി ക്യാപ്സിക്കോ, 1 പിടി മല്ലിയിലയാണ്, 2 മാഗി ക്യൂബാണ് കേട്ടോ അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു മിനിറ്റൊക്കെ ഒന്ന് നമുക്കിതൊന്ന് മസാല ഒന്ന് പച്ചമണം മാറിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ മസാല പച്ചമണം മാറിയതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ്, ഒരു 1.25 ടേബിൾ സ്പൂണ് മന്തി മസാലയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മന്തി മസാല ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും, 1 ടേബിൾ സ്പൂണ് കുരുമുളകും, 1 ടേബിൾ സ്പൂണ് മല്ലി, ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിയും കൂടി പൊടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ചോറ് എടുത്തിട്ട് നമ്മൾ വാർത്തെടുത്തത് പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. പിന്നെ പച്ചമുളക് കുത്തിയെടുക്കുക. പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ ചിരട്ട കത്തിച്ചിട്ട് ഇതുപോലെ വെച്ചെടുക്കുക. നമ്മൾ അടിയിലൊരു പാൻ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വെച്ച് കൊടുക്കണം പിന്നീട് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത മസാല എണ്ണയിലേക്ക് നമ്മൾ ഈ മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ള മസാലയാണ്. ഇതുപോലെ നല്ലോണം വറ്റി നമുക്ക് എണ്ണ തെളിഞ്ഞ് വരണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കിയെടുക്കാം കേട്ടോ. ഒരു 1/2 സെക്കൻഡൊക്കെ ഇളക്കിയെടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഇതിൽ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടാവും കണ്ടല്ലോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഷവായ ഇവിടെ റെഡിയായി, മസാല ഷവായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ദമ്മിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം 10 മിനിറ്റും കൂടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഇത് എടുക്കുന്നത്. 10 അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. അടിയിലാണ് നമ്മുടെ മസാല ഇരിക്കുന്നത്. ഇപ്പോൾ ഇതാ കണ്ടല്ലോ നമ്മുടെ ചോറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളിതാ ഇതുപോലെ ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ഷവായ കൂടി ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.